മഹാനവറുകളുടെ കറാമത്തുകൾ മഹാനായ വൈലത്തൂര് തങ്ങൾ പാപ്പ എഴുതിയത് ഒരൊഴുക്കെന്ന പോലെ, അതനുഭവിച്ചവർക്കൊക്കെ അറിയാം. അതൊരൊഴുക്കുന്ന പോലെ, ഒഴുക്കാണത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള എല്ലാ ഇടപെടലുകളും കറാമത്തുകളായിരുന്നു. എന്നാൽ അവരുടെ ഏറ്റവും വലിയൊരു കറാമത്ത് ഇന്ന് കേരളത്തിൽ കാണുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രാസ്ഥാനിക ചൈതന്യമാണ്. അവരെ ചെന്ന് കണ്ട സമയത്ത് അവരോടുകൂടെ നമ്മളും ആ വഴിയിൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഖളിർ അലൈഹിസ്സലാമിൻ്റെ വഴിയുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ വഴിയുണ്ട്, നാം ഖളിർ അലൈഹിസ്സലാമിൻ്റെ വഴിയിലാണ്, നിങ്ങൾ മൂസാ അലൈഹിസ്സലാമിൻ്റെ വഴിയിലാണ്, അതുകൊണ്ട് പോവുക, ദർസ് നടത്തണം, മസ്ജിദ് ഉണ്ടാക്കണം, മദ്രസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആ ഉണ്ടാക്കലാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും വലിയ ഒരു മസ്ജിദാണ് ജാമിഉൽ ഫുതൂഹ് അവസാനമായി ഉണ്ടായത്. ഞാൻ മുഹിബ്ബാണ്, ഞാൻ അവരുടെ കൂടെയാണ്, സംഘടനയിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മുഹിബ്ബല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യഥാർത്ഥ മുഹിബ്ബായി മാറണം. ഉസ്താദിനോട് എനിക്ക് വലിയ മഹബത്താണ്, ഉസ്താദിൻ്റെ പ്രസ്ഥാനമായിട്ട് എനിക്ക് ബന്ധമില്ല എന്നൊരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരിക്കലും ആയിക്കൂടാ. എല്ലാവരും ദീനിൻ്റെ ഖാദിമ്യങ്ങളായി മാറണം. അതാണ് മഹാനവറുകൾ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ ഈ നേർച്ചയാണ്. അപ്പം ഇവിടെ വരിക, ഇവിടെ ഇരിക്കുക, ദുആയിൽ പങ്കെടുക്കുക, നേർച്ചൻ്റെ ചോറ് വാങ്ങിയിട്ട് പോവുക. നേർച്ചയുടെ ഒരു സ്വഭാവം അതാണ്. പിന്നെ ഈ കുടുങ്ങിയൊരു സ്ഥലത്ത് ഒരുപാട് ആളുകൾക്ക് അത് വിശാലമാക്കാനുള്ള സൗകര്യവും ഇപ്പോഴില്ല. അപ്പം ആ ഇരുത്തവും അതിൽ സംബന്ധിക്കലും എല്ലാം തന്നെയാണ് അതിൻ്റെ ഒരു ബറക്കത്ത്. മഹാനവറുകളുടെ ജീവിതത്തിൽ നേരിട്ട് കണ്ട ഒരുപാട് ആളുകൾ ഇനിയും ബാക്കിയുള്ളൊരു കാലമാണിത്. എന്നാൽ അതിനുശേഷം ജനിച്ച വലിയൊരു ജനറേഷനും നമ്മുടെ മുന്നിൽ ഇപ്പോഴുണ്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം അതാണ് നാം മഹാന്മാരിൽ നിന്ന് കേട്ട് മനസ്സിലാക്കേണ്ടതും അത് നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് നാം പ്രവർത്തിക്കേണ്ടതും. മഹാനവറുകളുടെ കറാമത്തുകൾ മഹാനായ വൈലത്തൂര് തങ്ങൾ പാപ്പ എഴുതിയത് ഒരൊഴുക്കെന്ന പോലെ, അതനുഭവിച്ചവർക്കൊക്കെ അറിയാം. അതൊരൊഴുക്കുന്ന പോലെ, ഒഴുക്കാണത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉള്ള എല്ലാ ഇടപെടലുകളും കറാമത്തുകളായിരുന്നു. അത് എണ്ണിപ്പറയേണ്ട കാര്യം ഇല്ല. രോഗം മാറിയതും, കേസ് ഒഴിവായതും, പ്രസവിക്കാത്ത പെണ്ണ് പ്രസവിച്ചതും, പ്രസവിച്ചവർക്ക് കുഞ്ഞുങ്ങൾ ആരോഗ്യവാന്മാരത്, അങ്ങനെ തുടങ്ങിയിട്ട് എല്ലാവർക്കും ഒരുപാട് നേട്ടങ്ങൾ, ഭൗതികമായ നേട്ടങ്ങൾ ഉണ്ടായത് എണ്ണിയാലൊടുങ്ങാത്ത അത്രയും ഉണ്ട്. എന്നാൽ അവരുടെ ഏറ്റവും വലിയൊരു കറാമത്ത് ഇന്ന് കേരളത്തിൽ കാണുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ പ്രാസ്ഥാനിക ചൈതന്യമാണ്. കേരളത്തിൽ സ്വഹാബത്തെ കിറാമിൻ്റെ, അതിനെ തുടർന്ന് താബികളായ ഉലമാക്കളുടെ, മഹത്തുക്കളായ പണ്ഡിതന്മാരുടെ, മഖ്ദൂമുമാരുടെയും ഹദാരിം സാദാത്തുക്കളുടെയും എല്ലാം നേതൃത്വത്തിൽ ഇവിടെ പ്രചരിക്കുകയും നിലനിന്ന് പോരുകയും ചെയ്ത അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഖീദ, അതനുസരിച്ചുള്ള മുഅ്മിനീങ്ങളുടെ ജീവിതം, അതിനെതിരായ ആശയങ്ങൾ 1920കളിൽ ഇവിടെ കടന്നു വന്നപ്പോൾ അതിനെ അന്നത്തെ ഉലമാക്കൾ ഇവിടെ ശക്തമായി നേരിടുകയും സുന്നത്ത് ജമാഅത്ത് ഇവിടെ നിലനിർത്തുകയും ചെയ്തു. അങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കുകയും അത് വളർന്നു വന്ന് അതിൻ്റെ കീഴിൽ പിന്നീട് മദ്രസ പ്രസ്ഥാനവും SYS-ഉം SSF-ഉം അങ്ങനെ അവസാനം കേരള മുസ്ലിം ജമാഅത്തും അങ്ങനെ ഒരുപാട് ദീനീ സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും എല്ലാം വന്നു. 100 വർഷം കഴിയുമ്പോഴും ബിദഈ പ്രസ്ഥാനങ്ങൾക്ക് യാതൊരു ഗ്രിപ്പും ഇല്ലാതെ ഇവിടെ സുന്നത്ത് ജമാഅത്ത് വളരുന്നതിൻ്റെ പിന്നിൽ മഹാനവറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. 1989 എറണാകുളം സമ്മേളനം എന്ന് പറയുന്നത് ഒരു യൗമുൽ ഫുർഖാൻ പോലെ
അത് സുന്നത്ത് ജമാഅത്തിനെ വേർതിരിച്ചെടുക്കുന്ന ഒരു സമ്മേളനമായിരുന്നു. ഏറ്റവും വലിയ പ്രതിസന്ധിയുള്ള അങ്ങനെ ഒരു സമ്മേളനം നടത്തണമോ, നടത്തിയാൽ വിജയിക്കുമോ, അതിന് മെനക്കെടമോ എന്നൊക്കെ ആശങ്കിച്ച് നിൽക്കുന്ന സമയത്ത് അത് സമ്മേളനം നടത്തണം, സമ്മേളനം പോവണം, അത് വിജയിക്കും എന്നുള്ള മഹാനവറുകളുടെ ഒരൊറ്റ നിർദ്ദേശത്തിൻ്റെയും പിന്തുണയുടെയും അടിസ്ഥാനത്തിൽ അന്ന് നടന്ന ആ ഒരു സമ്മേളനം വലിയ വിജയമാവുകയും, സമ്മേളനം വിജയിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഒരുമിച്ച് കൂടുന്ന ആളുകളല്ല, മറിച്ച് ആ ഒരാശയം അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ദീനീ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം എല്ലാ ജില്ലകളിലും, പിന്നീട് കർണാടകയിലും, അൽഹംദുലില്ലാ പിന്നീടത് വളർന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മറ്റ് രാജ്യങ്ങളിലും എല്ലാം എത്തിയതിൻ്റെ പിന്നിൽ അന്നത്തെ യൗമുൽ ഫുർഖാന് വലിയ ഒരു പ്രാധാന്യമുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അതാണ് അവിടുത്തെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു പിന്തുണയും അവിടുത്തെ സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആശയത്തെ ഉയർത്തി കാണിച്ചുകൊണ്ട് സംസാരിക്കുകയും ചെയ്യുക എന്നുള്ള, അതിനെതിരായ വിഷയങ്ങളിൽ കർക്കശമായ നിലപാടെടുക്കുക എന്നുള്ളതായിരുന്നു മഹാനവറുകളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. ഇപ്പോൾ ഫുതൂഹിലേക്ക് എത്തി നിൽക്കുന്നത് അന്നത്തെ അതിൽ നിന്ന് വന്നിട്ടുള്ളതാണ് എല്ലാ ഫത്ഹുകളും. അങ്ങനെ അത് അൽഹംദുലില്ലാ ഇന്ന് സുന്നത്ത് ജമാഅത്തിന് വലിയ അംഗീകാരങ്ങൾ, അതിനെക്കുറിച്ച് അതിനെതിരായി നിന്നവരോ അല്ലെങ്കിൽ അത് വേണ്ട എന്ന് വെച്ചിരുന്നവരോ എല്ലാവരും സുന്നത്ത് ജമാഅത്താണ് വേണ്ടത് എന്ന് പറഞ്ഞ് അഭിമാനം കൊള്ളുന്ന ഒരു രീതിയിലേക്ക് വളർന്നു വന്നത് അത് ആ കറാമത്തിൻ്റെ പിന്തുടർച്ചയാണ്. അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹു മഹാനവറുകളുടെ ആ ആശയത്തെ പിന്തുടർന്നുകൊണ്ട് അവിടുന്ന് വളർത്തിയിട്ടുള്ള ഈ പ്രസ്ഥാനത്തിൻ്റെ പിന്നിൽ അടിയുറച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. മർക്കസു സഖാഫത്തി സുന്നിയ അതിലേറ്റവും വലിയൊരു ആണിക്കല്ലാണ്. ആ മർക്കസാണ് മർക്കസ് നോളജ് സിറ്റിയായും ഇന്ത്യ മുഴുവനും ചുറ്റി വന്ന് ജാമിയുൽ ഫുതൂഹായിട്ട് മാറിയിട്ട് ആ ഫത്ഹിൻ്റെ അടയാളം അവിടെയാണത്. അപ്പോൾ ആ ഫത്ഹോടുകൂടി പിന്നെ ഇനി അങ്ങോട്ട് യുദ്ധങ്ങളില്ല, ഇനി അങ്ങോട്ട് കീഴടങ്ങൽ മാത്രമേ ഉള്ളൂ. യുദ്ധങ്ങളില്ലാതെ തന്നെ സുന്നത്ത് ജമാഅത്തിന് ആളുകൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന രീതിയെയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ആശയത്തെ അവർ പഠിപ്പിച്ച ആ ഒരു പ്രസ്ഥാനത്തെ ഉൾക്കൊള്ളുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മഹത്തുക്കളായ സയ്യിദന്മാരും ഉലമാക്കളും മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ നേതൃത്വത്തിൽ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ നവ്വറല്ലാഹു മർക്കദഹും അവരുടെയൊക്കെ നേതൃത്വത്തിൽ വന്ന ആ മഹത്തായ പ്രസ്ഥാനം അത് നിലനിന്ന് മുന്നോട്ട് പോകണം എന്നാണ് അവർ പറഞ്ഞത്. ഉസ്താദ് അവർ ഇവിടെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നീട്ടി പറയുന്നില്ല, ഉസ്താദ് തന്നെ എപ്പോഴും പറയുന്നതാണ്. അപ്പോൾ മഹാനവറുകൾ ഹവാസിനെ മാത്രം കാണുകയും ഇബാദത്തിൽ മുഴുകി നിൽക്കുകയും റിയാദയിലും മറ്റുമൊക്കെ നിൽക്കുന്നൊരു കാലത്ത് അവരെ ചെന്ന് കണ്ട സമയത്ത് അവരോടുകൂടെ നമ്മളും ആ വഴിയിൽ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഖളിർ അലൈഹിസ്സലാമിൻ്റെ വഴിയുണ്ട്, മൂസാ നബി അലൈഹിസ്സലാമിൻ്റെ വഴിയുണ്ട്, നാം ഖളിർ അലൈഹിസ്സലാമിൻ്റെ വഴിയിലാണ്, നിങ്ങൾ മൂസാ അലൈഹിസ്സലാമിൻ്റെ വഴിയിലാണ്, അതുകൊണ്ട് പോവുക, ദർസ് നടത്തണം, മസ്ജിദ് ഉണ്ടാക്കണം, മദ്രസ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ ആ ഉണ്ടാക്കലാണ് ഇപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും വലിയ ഒരു മസ്ജിദാണ് ജാമിയുൽ ഫുതൂഹ് അവസാനമായി ഉണ്ടായത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച നിറഞ്ഞു കവിഞ്ഞൊഴുകി. പെരുന്നാൾ ദിവസം എത്രയെത്ര ദൂരെ നിന്നാണ് ആളുകൾ അവിടെ നിസ്കരിക്കാൻ വേണ്ടി വന്നത്. റമദാൻ മാസത്തിൽ 100 ചില്ലാനം ആളുകൾ സ്ഥിരമായി എഴുത്തിക്കാഫിന് അവസാനത്തെ 10 മാത്രമല്ല, 1 മുതൽ 10 വരെ, 10 മുതൽ 20 വരെ, അങ്ങനെ 10ഉം 15ഉം ദിവസവും ഒക്കെ ഒരുപാട് ആളുകൾ എഴുത്തിക്കാഫിരുന്ന് വലിയ സമാധാനത്തോടുകൂടി അവിടെ നിന്ന് തിരിച്ചുപോയി. അവിടെ ഇന്നിപ്പോൾ കർണാടക മുതൽ ഇങ്ങോട്ട് ആളുകൾ ഒഴുകിയിട്ട് ചൊവ്വാൽ 1 ആയാൽ മർക്കസിൽ വന്ന്, മടവൂരിൽ വന്ന്, ജാമിയുൽ ഫുതൂഹിൽ വന്ന്, അങ്ങനെ ആണ് മുഅ്മിനീങ്ങളായ സുന്നികളായ ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഈ ഒരു നാരായ വേരിൽ കിടന്നുള്ള ഒരു കറക്കമാണ്. ഈ ഒരു കേന്ദ്രത്തെ ചുറ്റിപ്പറ്റിക്കൊണ്ടുള്ള വളർച്ചയാണത്. ആ ദായിറ വളർന്ന് അൽഹംദുലില്ലാ ന്യൂസിലാൻഡിൽ, ഓസ്ട്രേലിയയുടെയും അപ്പുറത്ത്
ന്യൂസിലാൻഡിൽ ഉസ്താദ് ചെന്നപ്പോൾ അവിടെ പള്ളിക്ക് തുടക്കം കുറിച്ചു. അവിടെ വലിയ മസ്ജിദ് ഉണ്ടായി. അതുപോലെ മറ്റു പല രാജ്യങ്ങളിലും ഉണ്ടായി. അതെല്ലാം ആ ഒരു വാക്കിൻ്റെ ശക്തിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എല്ലാവരും സമസ്ത കേരള സുന്നി യുവജന സംഘത്തിൻ്റെയും കേരള മുസ്ലിം ജമാഅത്തിൻ്റെയും പ്രവർത്തകരായി മാറണം. മെമ്പർഷിപ്പ് ഉണ്ടാകണം. ഞാൻ മുഹിബ്ബാണ്, ഞാൻ അവരുടെ കൂടെയാണ്, സംഘടനയിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മുഹിബ്ബല്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ യഥാർത്ഥ മുഹിബ്ബായി മാറണം. ഉസ്താദിനോട് എനിക്ക് വലിയ മഹബത്താണ്, ഉസ്താദിൻ്റെ പ്രസ്ഥാനമായിട്ട് എനിക്ക് ബന്ധമില്ല എന്നൊരാൾ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരിക്കലും ആയിക്കൂടാ. എല്ലാവരും ദീനിൻ്റെ ഖാദിമ്യങ്ങളായി മാറണം. അതാണ് മഹാനവറുകൾ ഉത്ബോധിപ്പിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇബാദത്തുമായിട്ട് ഇവിടെ കുത്തിരുന്നാൽ ദീനിൻ്റെ പ്രവർത്തനങ്ങൾ നാട്ടിലുണ്ടാകൂല. അങ്ങനെ ദിക്റും ഇബാദത്തും ഇഅ്തികാഫും ഒക്കെ ആയിട്ട് ഇരിക്കുകയും അങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കുറച്ചാളുകൾ ഉണ്ടാവണം. അത് വളരെ കുറച്ച് മതി. അവരങ്ങനെ ദുആ ചെയ്തുകൊണ്ടിരിക്കും. മറ്റുള്ളവർ നാടുനീളെ നടന്ന് പ്രവർത്തിച്ചു കൊണ്ടേ ഇരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനവറുകളുടെ മഹത്വവും ബറകാത്തുകളും നമ്മിലേറെ ചൊരിഞ്ഞു തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.